കൊല്ലം ജില്ലയിലെ തീരദേശ പഞ്ചായത്തായ ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഞാൻ. എൻ്റെ പേര് പി സലീന. പഞ്ചായത്തിന് ദൂരം 17.5 കിലോമീറ്ററാണ്. മൊത്തത്തിൽ 16 വാർഡാണുള്ളത്. അറേബ്യൻ കടലിനും TS കായലിനും ഇടയ്ക്കാണ് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. COVID-19 ബന്ധപ്പെട്ട് മാർച്ച് 2ാമത്തെ ആഴ്ച ഇതിൻ്റെ നടപടികൾ തുടർന്നപ്പോൾ തന്നെ ആലപ്പാട് PHCയിലെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അരുൺ ടീമും പഞ്ചായത്തിലേക്ക് വിളിപ്പിക്കുകയും ഇതിൻ്റെ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, സദ്ഗുരു മാതാ അമൃതാനന്ദമയി മഠം സ്ഥിതി ചെയ്യുന്നത് ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ആശ്രമത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം പേർ വരികയും പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കൊണ്ട് ഡോക്ടറുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ടീം അവിടെ ചെല്ലുകയും അവിടെ ഉള്ളവർ ഈ സമയത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരുടെ ഡീറ്റെയിൽസ് എടുക്കുകയും ചെയ്തു. അങ്ങനെ ആകെ 68 പേരാണ് അവിടെ ക്വാറന്റൈൻ, 68 പേരാണ് അവിടെ ആ സമയത്ത് ആ ആശ്രമത്തിൽ വന്ന് താമസിച്ചിരുന്നത്. അവരെ ക്വാറന്റൈനിലാക്കുകയും ക്വാറന്റൈൻ ഡേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടറുടെ സാന്നിധ്യത്തിൽ അവരെ കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് എടുത്ത് പരിശോധിക്കുകയും ചെയ്തു. അതിന് ഫലം നെഗറ്റീവായിരുന്നു. കൂടാതെ പഞ്ചായത്തിൽ അടിയന്തരമായി കമ്മിറ്റി വിളിക്കുകയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ എത്തി വിവരങ്ങളെല്ലാം എങ്ങനെ ആയിരിക്കണം നമ്മുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും എല്ലാ ജനപ്രതിനിധികൾക്കും എല്ലാ വാർഡിലും എല്ലാ നിർദ്ദേശങ്ങൾ നൽകുകയും വളരെ അടിയന്തരമായിട്ട് നമ്മൾ വാർഡിലെല്ലാം ഓരോ ദിവസവും മൈക്ക് അനൗൺസ്മെന്റ് നടത്തി പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിനെ കുറിച്ചും ജനങ്ങൾ ജാഗ്രതയായിരിക്കണം, ഭീതി വേണ്ട കാര്യമില്ല, എല്ലാവരും പുറത്തു പോകാത്ത രീതിയിലും നല്ല രീതിയിൽ സൂക്ഷിച്ച് ആരോഗ്യ പ്രവർത്തനം നടപ്പിലാക്കണമെന്ന് നമ്മൾ അറിയിപ്പ് നൽകി. ഇവിടെ ആലപ്പാട് പഞ്ചായത്തിലെ വടക്കൻ വാർഡായ വാർഡ് 1 ഒരു ഹാർബർ സ്ഥിതി ചെയ്യുന്നുണ്ട്, ഒരു ബീച്ച് സ്ഥിതി ചെയ്യുന്നുണ്ട്. ബീച്ചിൽ ധാരാളം ആൾക്കാർ ദിവസവും വന്നു പോകുന്നുണ്ട്. മറ്റു ജില്ലകൾ, ആലപ്പുഴ ജില്ലയിൽ നിന്നും കൊല്ലം ജില്ലയിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശമായിരുന്ന ധാരാളം ആൾക്കാരാണ് ഈ ബീച്ചിൽ ദിവസവും വന്നു പോകുന്നത്. അതിനെക്കുറിച്ചായിരുന്നു നമുക്ക് വളരെ ബുദ്ധിമുട്ടും. മറ്റ് പുറത്തു നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ് ബീച്ച്. പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചുകൊണ്ട് ഈ ബീച്ച് അടയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും കരുനാഗപ്പള്ളി ACPക്കും ഓച്ചിറ CIക്കും കത്ത് നൽകി. അതിന് പ്രകാരം നമ്മൾ ബോർഡ് വെച്ചുകൊണ്ട് ബീച്ച് അടപ്പിച്ച്, അത് പോലീസിന്റെ സഹായത്തോടുകൂടി, എന്നിട്ട് പഞ്ചായത്ത് സെക്രട്ടറി കൊല്ലം ആലപ്പുഴ എഡിഷനുകളെല്ലാം പത്രത്തിലൂടെയും ആലപ്പാട് 1ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അഴീക്കൽ ബീച്ച് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് നൽകുകയും ചെയ്തു. അങ്ങനെ ബീച്ചിലേക്ക് വന്ന ആൾക്കാരുടെ നിയന്ത്രണം ഏർപ്പെടുത്തി. അതുപോലെ പാലങ്ങളിൽ കൂടി ധാരാളം ആൾക്കാർ വരുമായിരുന്നു, പുറത്തു നിന്നുള്ള ആൾക്കാർ, അതും നമ്മൾ നിയന്ത്രിച്ചു. അതുപോലെ പിന്നെ നമുക്ക് അഴീക്കൽ കായംകുളം ഹാർബർ, ഈ ഹാർബറിൽ നിരന്തരം ധാരാളം മറ്റ് ജില്ലകളിൽ നിന്ന് ധാരാളം മത്സ്യം എടുക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ വരുന്നായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മൾ നിർദ്ദേശം നൽകിക്കൊണ്ട് കോവിഡിന്റെ ഭാഗമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് കാരണം മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദ്ദേശം നൽകുകയും ബഹുമാന്യ RDO പഞ്ചായത്തിലെത്തുകയും ഹാർബർ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചതിന് ശേഷം ആദ്യം ഹാർബർ പൂട്ടിയിട്ടിട്ട് ഫയർഫോഴ്സിനെ കൊണ്ടുവന്ന് നമ്മൾ ക്ലീൻ ചെയ്താണ് ഹാർബർ പൂട്ടിയത്. ഹാർബറിന്റെ നിർദ്ദേശപ്രകാരം തുറക്കാൻ വേണ്ടി വീണ്ടും കത്ത് നൽകുകയും മത്സ്യത്തൊഴിലാളികൾ അവരുടെ ബുദ്ധിമുട്ട് കാരണം തൊഴിലിന് പോകാൻ തീരുമാനിച്ചു. ഇത് അനുസരിച്ച് വളരെ ആശങ്കയായിരുന്നു. കാരണം മത്സ്യബന്ധന മേഖലയിലാണ് ധാരാളം കച്ചവടക്കാർ വരുന്നത്. ഇത്തരത്തിൽ മറ്റ് ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ ഈ പ്രദേശത്ത് വന്നു പോകുമ്പോൾ അത് നമുക്ക് ഈ രോഗം പകരാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജില്ലാ കളക്ടറെ വിവരം അറിയിക്കുകയും കളക്ടർ നിർദ്ദേശിച്ചത് അനുസരിച്ച് ഇവിടെ നിന്ന് അന്വേഷിക്കാൻ ബഹുമാനെ RDO സ്ഥലത്തെത്തുകയും എത്തിയതിനു ശേഷം പഞ്ചായത്തിൽ ഹാർബർ മാനേജ്മെന്റ് കമ്മിറ്റി, ഫിഷറീസ് DD അടക്കം ACP എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിങ്ങിലൂടെ മത്സ്യഫെഡ് മീൻ വിൽക്കാനും പുറത്ത് ആൾക്കാർക്ക് മീൻ നൽകാനുമുള്ള തീരുമാനം എടുക്കുകയും അതിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. അത്തരത്തിൽ ഹാർബറിലെ ബിസിനസ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആലപ്പാട് പഞ്ചായത്തിലാണെങ്കിൽ നിരവധി ആൾക്കാർ മറ്റു പ്രദേശങ്ങളിൽ നിന്നാണ് വന്നു പോകുന്നത്, 3 പാലങ്ങളിലൂടെയും. അത് കാരണം നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ പുറത്തുള്ള ആൾക്കാർ വരുന്നത് കാരണം ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും ചെയ്യുന്നു, വരികയും ചെയ്യുന്നു. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് തോന്നി. കൂടാതെ ലോക്ക്ഡൌൺ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ഭരണസമിതി തീരുമാനിച്ചത് പ്രകാരം ആശാ വർക്കർമാരിലൂടെയും പാലിയേറ്റീവ് നഴ്സിലൂടെയും ജനപ്രതിനിധികളിലൂടെയും നമ്മുടെ പ്രദേശത്ത് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റാത്തവരും
ഒറ്റയ്ക്ക് താമസിക്കുന്നവരും, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, ഭക്ഷണം കിട്ടാനുള്ള സംവിധാനമില്ല, പുറത്തു പോയി മേടിക്കാൻ സംവിധാനമില്ല, പാചകം ചെയ്യാനുള്ള സംവിധാനമില്ല, അത്തരത്തിലുള്ളവരെ കണ്ടുപിടിച്ചതിന് ശേഷം പഞ്ചായത്ത് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് ഇവർക്ക് ഭക്ഷണം നൽകാനുള്ള തീരുമാനമുണ്ടായി. ഗവൺമെന്റ് നിർദ്ദേശിച്ചതനുസരിച്ച് സാമൂഹ്യ കിച്ചൺ പഞ്ചായത്തിൽ ചെയ്തിട്ടില്ല എങ്കിൽ തന്നെയും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന വന്ദന കാറ്ററിംഗ് യൂണിറ്റിലൂടെ പഞ്ചായത്തിലൊരു കൈത്താങ്ങും മറ്റ് പ്രദേശത്തു നിന്നുള്ളവരുടെ സഹായത്താലും ഭക്ഷണം പാചകം ചെയ്യുന്നു. ഈ ഭക്ഷണം തയ്യാറാക്കുന്നത് വീടുകളിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് സന്നദ്ധയെ രജിസ്റ്റർ ചെയ്ത കുട്ടികളെ ഫോണിലൂടെ വിളിക്കുകയും അവരെ കണ്ടെത്തി അവരിലൂടെയാണ് ഈ ഭക്ഷണം വീടുകൾ തോറും കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിയെ നോഡൽ ഓഫീസറായി ചുമതല ഏൽപ്പിച്ച അന്ന ദിവസം തന്നെ സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കുകയും ഓരോരുത്തർക്ക് സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് ഓരോരുത്തർക്കും ചുമതല നൽകി COVID-19 ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ ഹെൽത്തിലെ ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കുകയും കൃത്യമായ ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യുന്ന ക്വാറന്റൈൻ ഡീറ്റെയിൽസ് DMOയ്ക്ക് നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ക്വാറന്റൈനിൽ കിടക്കുന്ന വീടുകളിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുപരി പഞ്ചായത്തിലെ സ്റ്റാഫുമാരും പോലീസിന് ആവശ്യമുള്ള വീടുകളിൽ പോലീസിന്റെ സഹായത്തോടുകൂടി കൃത്യമായ നിയന്ത്രണവും അന്വേഷണവും നടത്തിക്കൊണ്ടിരുന്നു. മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടതനുസരിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയും ആലോചിച്ച് ഒരു മെഡിക്കൽ ഓഫീസർ, ഒരു ഡോക്ടറെയും ഒരു നഴ്സിനെയും ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെയും പഞ്ചായത്ത് എടുക്കുകയും ഒരു മൊബൈൽ ക്ലിനിക്ക് 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധർ വീടുകളിൽ കിടപ്പുണ്ട്, അവരെ ഹോസ്പിറ്റലിലോട്ട് വരാത്ത സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മൊബൈൽ ക്ലിനിക്ക് തുടങ്ങുകയും ചെയ്തു. അത്തരത്തിൽ വാർഡുതോറും ബോധവൽക്കരണവും മൊബൈൽ ക്ലിനിക്കും ആശാവർക്കറുടെയും അത് നടത്തുകയുണ്ടായി. കൂടാതെ ടെലിമെഡിസിൻ സംവിധാനം, സന്നദ്ധ രജിസ്ട്രേഷനിലെ കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് ടെലിമെഡിസിൻ സംവിധാനം NCD ക്ലിനിക്കിലും അല്ലാതെ വൃദ്ധർക്ക് ഹോസ്പിറ്റലിൽ വരാൻ പറ്റാത്തവർക്ക് മരുന്നുകൾ വീടുകളിൽ എത്തിക്കുന്ന സംവിധാനം. ഡോക്ടറെ വിളിക്കുകയും ആ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സന്നദ്ധ രജിസ്ട്രേഷനിലെ വോളണ്ടിയർമാർ വഴി അതാത് വീടുകൾ കൃത്യസമയത്ത് എത്തിക്കുന്ന സംവിധാനവും ചെയ്തു. ഭക്ഷ്യ സിവിൽ സപ്ലൈസിന്റെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്ന ആവശ്യത്തിലേക്ക് പഞ്ചായത്തിൽ 2 തന്നെ സെന്ററുണ്ട്. ആ സെന്ററുകളിൽ പാക്കിങ്ങിനും ലോഡിങ്ങിനും സന്നദ്ധ രജിസ്ട്രേഷനിലെ കുട്ടികളെ നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടത്തേക്കും ആളുകളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 3 പാലങ്ങളാണ് ഈ പഞ്ചായത്തിലുള്ളത്. കരുനാഗപ്പള്ളി തൊട്ടടുത്ത മുനിസിപ്പാലിറ്റിയുമായിട്ട് ഓച്ചിറ പഞ്ചായത്തുമായിട്ടും സമ്പർക്കം പുലർത്തുന്നതാണ്. ഈ 3 പാലങ്ങളിൽ കൂടെയാണ് യാത്ര പോകുന്നത്. ഈ പാലങ്ങളിൽ കൂടി ധാരാളം ആൾക്കാർ പുറത്തു നിന്നുള്ളവർ യാത്ര ചെയ്ത് ഇവിടെ വരുന്നുണ്ടായിരുന്നു. വാഹനങ്ങളിലും പച്ചക്കറി വിൽക്കാനും മറ്റ് പഴവർഗ്ഗങ്ങളൊക്കെ വിൽക്കാനും പല പ്രദേശത്തു നിന്നും ആൾക്കാർ നിരന്തരം വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യം മനസ്സിലാക്കി സന്നദ്ധ രജിസ്ട്രേഷനിലെയും സിവിൽ ഡിഫൻസിലെയും കുട്ടികളെയും പോസ്റ്റ് ചെയ്തുകൊണ്ട് അത് നിയന്ത്രിക്കാൻ പഞ്ചായത്തിന് സാധിച്ചു. ആലപ്പാട് പഞ്ചായത്തിൽ 2 ഹോസ്പിറ്റലാണുള്ളത്. ഒന്ന് ആലപ്പാട് PHC, ഒന്ന് അഴീക്കൽ PHC. ഇവിടെ കൃത്യമായിട്ട് 5 ഡോക്ടർമാരുണ്ട്, ഇവിടെ നഴ്സുമാരുണ്ട്, ആവശ്യത്തിന് മരുന്നുകളുണ്ട്. പഞ്ചായത്തിൽ ഒരു കുറവും വരാത്ത രീതിയിൽ കൃത്യമായ എല്ലാ ഇടപെടലും ആരോഗ്യ രംഗത്തുണ്ട്. മരുന്നുകളെല്ലാം ആവശ്യത്തിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായിട്ട് മാസ്ക് ആശാവർക്കർമാർക്കും ഡോക്ടർക്കും അവിടെ വരുന്നവർക്കും കൊടുക്കാൻ വേണ്ടി ചെയ്തു. 1,10,10,000 രൂപയ്ക്കാണ് മാസ്കും സാനിറ്റൈസർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചത്. കൂടാതെ പഞ്ചായത്തിലാണെങ്കിൽ 72ഓളം അതിഥി തൊഴിലാളികൾ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. പഞ്ചായത്തിലെ സ്റ്റാഫിനെ കൊണ്ട് അവരുടെ വിവരങ്ങളെല്ലാം തിരക്കി അവരെ കൊണ്ടൊന്ന് സ്പോൺസർമാരുണ്ടായിരുന്നു. ഈ സ്പോൺസറിലൂടെ അവർക്ക് വേണ്ടുന്ന സാധനങ്ങളും എത്തിക്കാനുള്ള സംവിധാനം പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇത് കൂടാതെയാണ് ഇവരാവശ്യപ്പെട്ടു അടിയന്തരമായിട്ട് അവർക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ കുറച്ച് വേണമെന്ന് അവർ ആവശ്യപ്പെടുകയും ഒരു 24,000 രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഈ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഓരോ ക്യാമ്പിലും പോയി അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഒരു കിറ്റായിട്ട് തന്നെ പഞ്ചായത്ത് നൽകി. ഓരോ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലാണ്. അവർക്ക് ഒരു പോരായ്മ ഉണ്ടാകാത്ത രീതിയിൽ ചെയ്യുകയും പിന്നെ അതിനുശേഷമാണ് ലേബർ ഓഫീസ് വഴി നമ്മൾ ലിസ്റ്റ് കൊടുക്കുകയും ലേബർ ഓഫീസിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റ് സ്കീമിനുള്ള രീതിയിൽ അവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിനുള്ള സംവിധാനവും ചെയ്തു.
ഇവിടെ ആയുർവേദ ഹോസ്പിറ്റലും ഹോമിയോ ഹോസ്പിറ്റലും ഉണ്ട്. ആയുർവേദ ഹോസ്പിറ്റൽ വഴി ആയുർവേദ ക്ലിനിക്ക് 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധർക്ക് ഈ ലോക്ക്ഡൗൺ സമയത്തും ഈ COVID-19 ബന്ധപ്പെട്ട് ഓരോ വാർഡിലും 30 പേർക്ക് വീതം മരുന്ന് വിതരണം ചെയ്തു. വൃദ്ധർക്ക് വേണ്ടി ആയുർവേദ പ്രതിരോധ മരുന്നെന്നുള്ള രീതിയിൽ ആയുർവേദ ക്ലിനിക്ക് വഴി ഡോക്ടറുടെ നേതൃത്വത്തിൽ വാർഡ് തലത്തിൽ വിതരണം ചെയ്തു. കോവിഡുമായി ബന്ധപ്പെട്ട് അതുപോലെ ഹോമിയോ COVID-19 ബന്ധപ്പെട്ട് പനി വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ മരുന്ന് ഹോമിയോ വഴിയും വാർഡ് തലത്തിലെല്ലാം വിതരണം ചെയ്തു കഴിഞ്ഞു. ഈ സമയത്ത് ലോക്ക്ഡൗണുമായി എല്ലാവരും വീട്ടിലിരിക്കുന്ന സാഹചര്യത്തിൽ ഹരിത സഹായ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഹരിത കർമ്മസേന വഴിയും ഉള്ള പ്രവർത്തനങ്ങൾ നടത്തി വീടുകളിൽ പച്ചക്കറി തൈ നൽകിക്കൊണ്ട് കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് ഓരോ വാർഡിലും 10,000 വീതം പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുകയും വീടുകളിൽ സ്ത്രീയും പുരുഷനും കുട്ടികളും എല്ലാവരും വെറുതെ ഇരിക്കുന്ന സമയത്ത് അവർക്കെല്ലാം ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൗണിന്റെ കാലയളവിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ നടത്താനുള്ള ഒരു സാഹചര്യം പഞ്ചായത്ത് ഒരുക്കി കൊടുത്തു. പഞ്ചായത്താണ് ഈ പച്ചക്കറി തൈ വിലയ്ക്ക് പഞ്ചായത്ത് നോട്ട് ഫണ്ടിന്റെ പൈസ എടുത്ത് വാങ്ങിച്ചു കൊടുത്തത്. കൂടാതെ നമ്മുടെ വാർഡ് തലത്തിൽ പ്ലാസ്റ്റിക് ശേഖരിച്ച ഹരിതകർമ്മസേന അംഗങ്ങളെ വിളിക്കുകയും ആ കളക്ട് ചെയ്തിരുന്ന പ്ലാസ്റ്റിക് ഒരു വണ്ടി നിറച്ച് ഈ സമയത്ത് ലോക്ക്ഡൗൺ സമയത്ത് വാർഡിൽ പ്ലാസ്റ്റിക് കളക്ഷൻ സെന്ററിൽ നിന്നും പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് അയക്കേണ്ടതിന് പഞ്ചായത്ത് വളരെ നേതൃത്വപരമായ പ്രവർത്തനമാണ് ചെയ്തത്. ഇതെല്ലാം കൂട്ടായി നമ്മളെ സഹായിച്ചത് പഞ്ചായത്തിലെ സ്റ്റാഫന്മാര്, ജനപ്രതിനിധികൾ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെല്ലാവരും, പോലീസുകാർ, സിവിൽ ഡിഫൻസിലുള്ളവർ എല്ലാവരും വളരെ നല്ല രീതിയിലാണ് പഞ്ചായത്തിനെ സഹായിച്ചത്. വാർഡ് തലത്തിൽ ആശാവർക്കർമാർ കൃത്യമായി ഇടപെട്ടിട്ട് ഓരോ വീട് തോറും കയറി ആരോഗ്യ സേനയും കൂടി ഉപയോഗിച്ചുകൊണ്ട് COVID-19 ബന്ധപ്പെട്ട പ്രവർത്തനം എല്ലാവരും മാസ്ക് ഉപയോഗിക്കണം, കൈ കഴുകിയിട്ട് വേണം എല്ലാവരും എവിടെ പോയാലും കയറേണ്ടത്, അങ്ങനെയുള്ള സംവിധാനം നോക്കി. പിന്നെ നമുക്ക് ബാങ്കുണ്ട്, ബാങ്കിലൊക്കെ ആളുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഏർപ്പാട് കുടുംബശ്രീ വഴിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ ആൾക്കാരും തിങ്ങി നിൽക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായി ഒന്നിടവിട്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. കൂട്ടം കൂടിയിരിക്കുക, ചീട്ട് കളിക്കരുത്, ആരും അല്ലാതെ റോഡിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത്, എല്ലാവരും വീടുകളിൽ തന്നെ സുരക്ഷിതരായി ഇരിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ പത്രത്തിലൂടെയും ചെറിയ നോട്ടീസാക്കിയും അനൗൺസ്മെന്റിലൂടെയും ജനങ്ങളിൽ ബോധവൽക്കരണം നൽകിയിട്ടുണ്ട്. രീതിയിലും മെഡിസിൻ കിട്ടാൻ വിഷമിച്ച രോഗികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ടായിരുന്നു. മറ്റ് ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരം, കോട്ടയം, അങ്ങനെ ആലപ്പുഴ ജില്ലകളിൽ നിന്നൊക്കെ മെഡിസിൻ വാങ്ങിക്കുന്ന ക്യാൻസർ പേഷ്യന്റ്, ഡയാലിസിസ് പേഷ്യന്റ് ഉണ്ട്. ഇവർക്കൊക്കെ മരുന്ന് കിട്ടുന്നതിന്റെ സംവിധാനം പഞ്ചായത്തിൽ കൊണ്ട് അറിയിക്കുകയും മെഡിക്കൽ ഓഫീസർ അറിയിക്കുകയും ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ പഞ്ചായത്ത് ഇടപെട്ടിട്ട് ഫയർഫോഴ്സ് വഴിയും കോസ്റ്റൽ പോലീസ് വഴിയും ഈ മരുന്നുകൾ മേടിച്ച് കൃത്യമായി അവരുടെ കൈകളിൽ സന്നദ്ധ രജിസ്റ്റർ ചെയ്ത ടെലിമെഡിസിൻ സംവിധാനത്തിലൂടെ ആ വീടുകളിൽ ഈ മെഡിസിൻ എത്തിക്കുന്നതിനും പഞ്ചായത്ത് വളരെ അതീവ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. മത്സ്യത്തൊഴിലാളികൾ ധാരാളം താമസിക്കുന്ന പ്രദേശമാണ് ആലപ്പാട് പഞ്ചായത്ത്. ഇവിടെ പരമ്പരാഗതമായ മത്സ്യബന്ധനം ജോലിയായിരുന്നു കട്ടം വരങ്ങൾ നടന്നത്. ഇവര് കടലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ മത്സ്യം എത്തുന്നതനുസരിച്ച് ആളുകൾ കൂടാൻ സാധ്യതയുണ്ടായിരുന്നു. ACP വിളിച്ച് ആ പ്രദേശത്ത് നിർത്തി ക്ലാസ് എടുക്കുകയും അവർക്ക് ദൂരം പാലിച്ചുകൊണ്ട് മീൻ വിൽക്കേണ്ട ചർച്ച നടത്തുകയും ക്ലാസ് എടുക്കുകയും ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ നേതൃത്വത്തിൽ. എന്നിട്ട് അവർക്കെല്ലാം മാസ്ക് വിതരണം ചെയ്യുകയും ചെയ്തു. അത് വളരെ ശ്രദ്ധയാകർഷിച്ചു. എല്ലാവരും മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് വേണം പോകേണ്ടതെന്നും പ്രായമുള്ളവര് കൂടുതൽ പുറത്തേക്ക് ഇറങ്ങരുതെന്നും നമ്മുടെ നിർദ്ദേശം പഞ്ചായത്തിൽ നിന്ന് നൽകി. നമുക്ക് പഞ്ചായത്തിൽ വളരെ ഉത്തരവാദിത്തോടുകൂടി ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ സഹായം പഞ്ചായത്തിൽ വിളിക്കുന്നതനുസരിച്ച് അവരെത്തുകയും ക്വാറന്റൈനിൽ കിടക്കുന്ന വീടുകളിൽ പോവുകയും ക്വാറന്റൈനിൽ ഇനി വരുന്നവരെ കൃത്യമായിട്ട് നമ്മൾ രേഖാമൂലം നമ്മൾ പഞ്ചായത്തിനെ അറിയിക്കുകയും പഞ്ചായത്ത് അത് പോയി ഇടപെടുകയും ചെയ്തു. ഇപ്പോൾ നമുക്കാണെങ്കിൽ നമ്മുടെ പ്രദേശത്ത് ഒരു 80ഓളം പേര് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ടായിരുന്നു. 130 പേർ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നിട്ട് വന്നിട്ടുള്ളവരുണ്ടായിരുന്നു. 224 പേരോളം അതർ ജില്ലകളിൽ നിന്നിട്ട് വന്നിട്ടുള്ളവർ നമ്മുടെ പഞ്ചായത്തിലുണ്ടായിരുന്നു. ഇവരെ എല്ലാം കൃത്യമായി ഇടപെട്ട് ക്വാറന്റൈനിലാക്കുന്നതിന് ആരോഗ്യ രംഗത്തുള്ള മെഡിക്കൽ ഓഫീസർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർ, HIമാരും JHIമാരും അതുപോലെ പഞ്ചായത്തിലെ സ്റ്റാഫ്, ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, ജനപ്രതിനിധികൾ, മറ്റ് സാമൂഹികമായിട്ട് നമ്മളെ സഹായിക്കാൻ വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഓരോ വിവരങ്ങൾ അറിയുമ്പോൾ അപ്പോൾ വിളിച്ചു പറയുകയും കൂട്ടത്തോടെ നിൽക്കുന്നവരെയും അല്ലാതെ മറ്റ് കൂട്ടമായിട്ട് ഇരിക്കുന്നവരെയൊക്കെ അറിയിച്ച്
സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തണം. ഈ പ്രദേശത്ത് ധാരാളം ക്ഷേത്രങ്ങളും കരയോഗങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഈ പഞ്ചായത്ത്. അവിടെ എല്ലാം നോട്ടീസ് കൊടുത്ത് ക്ഷേത്രങ്ങളുടെ പ്രവർത്തനം, ക്ഷേത്രങ്ങളിലെ പൂജയെല്ലാം നിർത്തിവെക്കുകയും അവിടെ കരയോഗങ്ങളിൽ നല്ല രീതിയിൽ ജനകീയമായ രീതിയിൽ കരയോഗങ്ങൾ സഹകരിച്ച് ഇടപെട്ടുകൊണ്ട് ഉത്സവങ്ങൾ ഒഴിവാക്കി കല്യാണങ്ങൾ ഈ സമയത്ത് നടത്താനിരുന്ന കല്യാണങ്ങളെല്ലാം തന്നെ നിർത്തിവെച്ചു. മറ്റ് പരിപാടികളെല്ലാം മതപരമായ പരിപാടികളാണെങ്കിലും മറ്റ് സാമൂഹികപരമായ രാഷ്ട്രീയപരമായ പരിപാടികളെല്ലാം മാറ്റിവെച്ചു. സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് കമ്മിറ്റിയെല്ലാം കൂടി തീരുമാനങ്ങളെടുത്തത്. COVID-19 ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും പഞ്ചായത്ത് ആരോഗ്യ രംഗത്ത് വേണ്ടുന്ന സാമ്പത്തികമാണെങ്കിലും സാധനങ്ങളാണെങ്കിലും വാങ്ങിക്കാനും, അതുകൂടാതെ ഇപ്പോൾ ഈ പെട്ടെന്നുണ്ടാകുന്ന ഈ ചൂട് കഴിഞ്ഞിട്ട് വരുന്ന മഴയ്ക്ക് കൂടുതൽ മഴക്കാല പൂർവ്വ രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ട്. ഗവൺമെൻറ് പറയുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു കൂട്ടി അതിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം നൽകി അതിനു വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം നടത്തുകയും ചെയ്തു. ഇതിനുവേണ്ടി നമ്മളെ സഹായിച്ച പഞ്ചായത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, മറ്റ് ജനപ്രതിനിധികൾ, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും പാലക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും നൽകുന്നു.